കോതമംഗലത്ത് KSRTC ഡിപ്പോയിൽ ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ നടത്തിയ പരിശോധനയിൽ എല്ലാവരും പോസിറ്റീവ്. വനിതാ ജീവനക്കാരും പരിശോധനയ്ക്കെത്തിയ സംഘവും ഊതിയപ്പോഴും ഫലം പോസിറ്റീവ് തന്നെയാണ്. പ്രതികരിക്കാനില്ല എന്നതാണ് ഡിപ്പോ അധികൃതരുടെ നിലപാട്. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, എന്താണ് സംഭവം? എങ്ങനെയാണ് എല്ലാവരും മദ്യപിച്ചു എന്ന ഫലം വന്നത്? പരിശോധനയ്ക്ക് ഉപയോഗിച്ച ബ്രത്ത് അനലൈസർ മുട്ടൻ പണി എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുൻപാണ് പ്രത്യേക സ്ക്വാഡ് ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി എത്തിയത്. ആദ്യം ഒരു കണ്ടക്ടറെയാണ് പരിശോധിച്ചത്. പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. താൻ മദ്യപിച്ചിട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിലായിരുന്നു കണ്ടക്ടർ. തുടർന്ന് മറ്റ് ജീവനക്കാരെ പരിശോധിച്ചു. അവിടുത്തെ സ്വീപ്പർ ഉൾപ്പെടെയുള്ള 2 വനിതാ ജീവനക്കാരെ വരെ പരിശോധിച്ചു. പക്ഷേ ഇവരെല്ലാം പരിശോധിക്കുമ്പോൾ ഫലം പോസിറ്റീവായി. ഇതോടെ സംശയമേറി. തുടർന്ന് പരിശോധനയ്ക്കെത്തിയ സംഘത്തിലെ അംഗങ്ങൾ സ്വയം പരിശോധനയ്ക്ക് തയ്യാറായി, അല്ലെങ്കിൽ അവരെയും പരിശോധിച്ചു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് പരിശോധനാ ഫലം വന്നത്. അവരും പോസിറ്റീവ്, അതായത് മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള ഫലമാണ് വന്നത്. ഇതേ തുടർന്ന് ഈ മെഷീൻ്റെ സാങ്കേതിക തകരാറായിരിക്കാം ഇത്തരത്തിൽ ഒരു ഫലം വരാൻ കാരണം എന്നാണ് കരുതുന്നത്. അതേസമയം ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് ഡിപ്പോ അധികൃതരുടെയും ജീവനക്കാരുടെ സംഘടനകളുടെയും ഒക്കെ നിലവിലെ നിലപാട്. നമുക്കറിയാം, ഇത്തരത്തിൽ ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സർവീസ് തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുന്നതിനെതിരെ ജീവനക്കാരുടെ സംഘടനകൾ രൂക്ഷമായ ഭാഷയിൽ രംഗത്ത് വന്നിരുന്നു. ഇത്തരം പരിശോധനകൾ ജീവനക്കാരെ അപമാനിക്കാനാണ്, ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. എന്തായിരുന്നാലും വിവിധയിടങ്ങളിൽ KSRTC പരിശോധനകൾ നടത്തുകയും നിരവധി ജീവനക്കാർ ഇതിൽ കുടുങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും പേരിൽ ഇത്തരം പരിശോധനകൾ അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇവിടെ ബ്രത്ത് അനലൈസറിൻ്റെ തകരാറുന്നത് ശരി തന്നെയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഫലം പോസിറ്റീവായി വന്നത്. പക്ഷേ ആ ഒരു പേരിൽ ഇത്തരം യന്ത്രങ്ങൾ വെച്ചുള്ള പരിശോധന അവസാനിപ്പിക്കണമെന്ന് യൂണിയനുകൾ ആവശ്യപ്പെട്ടാൽ അതും അംഗീകരിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും പരിശോധനകൾ തുടരും എന്ന് തന്നെയാണ് KSRTCയുടെ നിലപാട്. ഇന്നത്തെ ഈ സംഭവത്തെക്കുറിച്ച് പ്രാഥമിക തലത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. KSRTC കോതമംഗലം ഡിപ്പോയിലാണ് ഈ സംഭവം ഉണ്ടായത്. പ്രദീപ് ജോസഫാണ് ആ വിവരങ്ങൾ നൽകിയത്.